ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഈ ഒരു സമയം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. Current feelings and situations, and what do they think about you right now. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടൊരു അകൽച്ചയിലായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആകുന്നില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഒബ്സ്റ്റക്കിൾസ്, അങ്ങനെ പല പല രീതിയിലുള്ള തടസ്സങ്ങളാണ് റിലേഷൻഷിപ്പിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു ഭാഗ്യക്കേട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേകത കാരണം ആ വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ അരികിൽ വരാനോ ഒരു കോൺടാക്റ്റിൽ വരാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലായിരുന്നാലും, ഏത് ശക്തിയിലായിരുന്നാലും, പ്രപഞ്ചശക്തിയിലായിരുന്നാലും അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏഞ്ചൽസ് തരുന്നൊരു മെസ്സേജാണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും കാര്യമായ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ അല്ല. ഈ സെപ്പറേഷനിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിറച്ചും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. അവരെപ്പോഴും ഉറ്റുനോക്കുന്നത് ഈ ഒരു റീയൂണിയനെ കുറിച്ച് മാത്രമാണ്. നിങ്ങളുമായിട്ട് എങ്ങനെ കോണ്ടാക്റ്റിൽ വരാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആ വ്യക്തി കറൻ്റ്ലി ചിന്തിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഒരുപാട് ടൈഡപ്പ് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ആ മെമ്മറീസ് അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ ചിന്തകളിലാണ് അവരുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് തവണ ഈ വ്യക്തിയെ മറക്കാനും ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനും ഒരിക്കലും ഈ വ്യക്തിയുമായിട്ട് ഇനി യാതൊരു കോണ്ടാക്റ്റും വെക്കില്ല എന്ന് വരെ ഡിസിഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നും ഒരിക്കലും വിട്ട് പിരിയാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്ന് മറ്റൊരു ഡിസ്റ്റൻറ്റ് പ്ലേസിലായിരിക്കാം. അങ്ങനെ ഇരുന്ന് യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോഴും ഒരു ദിവസത്തിൽ ഏതെങ്കിലുമൊക്കെ ഇടവേളകളിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മുൻപ് ഷെയർ ചെയ്തിരുന്ന എന്തെങ്കിലും നല്ല നല്ല മൊമെൻറ്റ്സുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയുടെ മെമ്മറീസ് വരുന്നത്. സോ ഇത് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, കാരണം അത്രയും ഏഞ്ചലിക് സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിനെ മറക്കാനോ ഉപേക്ഷിക്കാനോ കഴിയാത്തത്. നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ്. ഇതൊരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ് നിങ്ങളുടെ. കാരണം ഈ പേഴ്സണും നിങ്ങളുമായിട്ട് ഈ ജന്മത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു വിധിയാണ്. കഴിഞ്ഞ ഒരുപാട് ജന്മങ്ങളിൽ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത റിലേഷനിലുള്ള വ്യക്തി തന്നെയായിരിക്കാം. മേ ബി അത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളറിയാതെയുള്ള ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയതിന് ശേഷം ഉണ്ടായ റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒബ്സ്റ്റക്കിൾസ് അത്രയും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഓക്കെ,
പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും ഏറെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ആ വ്യക്തിയിൽ കാണുന്നുണ്ട്. ആൻഡ് യെസ്, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഗ്രാജുവലി അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത്രയും കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടുമുട്ടും ഒരു പോസിറ്റീവ് എനർജി ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ടാവാം. അത് ആ മിറാക്കുലസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അതൊരു വിധിയാണെന്ന് മനസ്സിലാക്കുക. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് സക്സസ് ആയിട്ട് വരുമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പേഴ്സണും അറിയാം. ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള തടസ്സങ്ങൾ പോലും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷെ അതിനോടെല്ലാം പൊരുതി നിൽക്കാനായിട്ടുള്ളൊരു മനസ്സ് ഈ വ്യക്തിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആങ്ഷ്യസ് ആവുന്നുണ്ട്. ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറല്ല. അവർ എപ്പോഴും നിങ്ങളുടെ ആ ഒരു കെയറിങ് കണക്ഷൻ അവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, നിങ്ങളെ കോൾ ചെയ്യുന്നില്ല, നിങ്ങളുടെ മെസ്സേജിന് പോലും ചിലപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന വഴിയിൽ നിന്ന് പോലും അവർ മാറിപ്പോകുന്നതായിട്ടൊക്കെയുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴൊക്കെയും നിങ്ങൾ മനസ്സിലാക്കുക, വല്ലാത്തൊരു ആത്മബന്ധം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഒരു സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കി ജെനുവിനായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ് ഈ വ്യക്തി എന്തായിരിക്കും, അവരുടെ മനസ്സിൽ എന്തായിരിക്കും, അവർ മറ്റ് റിലേഷൻഷിപ്പിലാണോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, യാതൊന്നുമല്ല. ഈ വ്യക്തിക്ക് അറിയാം അവർ നിങ്ങൾക്ക് അവർ കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.